ടൈം പാസ് കോമഡി ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിന്റെ ഹാസ്യ രാജാവാണല്ലോ നമ്മുടെ ജഗതി ചേട്ടൻ. ജഗതി ചേട്ടനും അതുപോലെ ഇന്നസെന്റ് ചേട്ടനും മുകേഷ് ചേട്ടനും ഒക്കെ ഉണ്ടെങ്കിൽ കോമഡി എങ്ങനെ പോകുമെന്നറിയാമല്ലോ. എന്നാൽ ഈ ഒരു കോമഡി സീൻ ഒന്ന് കണ്ടു നോക്കൂ. അതുകൊള്ളാമല്ലോ, എനിക്ക് കിട്ടിയ പൊതിയായത്. പിന്നെ വേല ഇറക്കാതെ എനിക്കായിട്ട് എന്റെ പഴവങ്ങാടി ഗണപതി ഇയാൾ നുണ പറയുന്ന കേട്ടില്ലേ? എന്തൊരു കഷ്ട, താനല്ലേ നുണ പറഞ്ഞത്? ഞാൻ ജീവിതത്തിൽ ഇതുവരെ നുണ പറഞ്ഞിട്ടില്ല. എന്താ നടുറോഡിൽ ഒരു ഒന്നുമില്ല, എന്റെ അമ്മാവനാ. വളരെ കാലമായി കണ്ടിട്ട് ഞാൻ അമ്മായിയുടെ വിശേഷം നുണ പറയുവാ. എനിക്ക് ഇവിടുന്ന് ഒരു പൊതി കിട്ടി, അത് തട്ടിപ്പറിച്ചു. പൊതിയോ നോക്കട്ടെ? വേണ്ട വേണ്ട, ഇത് ഞങ്ങൾ തമ്മിൽ ആയിക്കോളാം. പൊതു ദർശനത്തിന് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളാവണ്ട സാറേ, എന്നെ ഒന്ന് സഹായിക്കണം. അതെ, അതുകൊണ്ടാ എനിക്ക് സമയമുണ്ടായിട്ടല്ല. സമയമില്ലാത്തവൻ പോണേ. അങ്ങനെ പോകല്ലേ കുഞ്ഞെ, ഇതൊരു തീരുമാനമാകണം. അല്ലെങ്കിൽ ഞാൻ ഇടപെടാം. ഇടപെടാം. ഇടപെട്ട് പോയി. ഇടപെട്ടെങ്കിൽ ഇടപെടരുത്, ഇടപെടാൻ പാടില്ല. മൈ ഗോഡ്, ഗോൾഡ് ചെയിൻ. അയ്യോ, ഇത് പോലീസിന് ഏൽപ്പിക്കണം. വേണ്ട, അമ്മാവനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. എങ്കിൽ രണ്ടുപേർക്കും പകുതി പകുതി. എങ്കിൽ ചെയിൻ എനിക്ക്, പകുതി കാശ് ഇയാൾക്ക് കൊടുത്തോളാം. അല്ല, അമ്മാവന് കൊടുത്തോളാം. അത് പറ്റില്ല, സ്വർണ്ണം എനിക്ക് വേണം. പകുതി പൈസ ഞാൻ അങ്ങോട്ട് കൊടുത്തേ. അത് നടപ്പില്ല. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ആദ്യം ഈ ചെയിനിന്റെ വില എത്രയാണെന്നറിയാം, എന്നിട്ട് തീരുമാനിക്കാം. അപ്പൊ കല്യാണത്തിന് ഒരു 4 ദിവസം മുമ്പ് പണ്ടങ്ങളൊക്കെ റെഡി ആയിരിക്കണം. നിങ്ങളെ ദൈവം കൊണ്ട് എത്തിച്ചതാ ഇവിടെ. നമ്മളെ ഏൽപ്പിക്കുന്ന പണി നമ്മൾ വൃത്തിയായി ചെയ്ത് തരും. സംഗതി ബിസ്ക്കറ്റാ, ഒന്ന് ഒതുക്കി കൈകാര്യം ചെയ്യണം. അതൊക്കെ നമുക്കറിയാം. അപ്പളേ നമുക്ക് പോയിട്ട് ഓരോ സ്മോൾ അടിച്ച് വരിക. അതിനിവിടെ ആളില്ലാതെ അതിനെന്തിനാണ് ഇപ്പൊ ഇവിടെ ആള്? അട ഓർമ്മ നടക്കുന്നുണ്ടെങ്കിൽ ഭീമാചൊല്ലരല്ലേ ചാക്കണക്കിൽ പൊന്നും കെട്ടിച്ചിട്ട് ഇങ്ങോട്ട് വരികേ. എന്റെ കത്താരെ വന്നേട്ടെ, ഒന്ന് തൂക്കണം. തൂക്കാനാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? ഇയാൾ ആര്, സുപ്രീം കോടതി ജഡ്ജിയോ? തൂക്കാൻ പ്രശ്നമാക്കണ്ട. ഇതിന്റെ തൂക്ക് പറഞ്ഞിട്ട് വേണം ഇവരുടെ ഒരു പ്രശ്നം തീർക്കാൻ. ആരുടെ പ്രശ്നം? ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നം. ഇവർക്ക് എന്താ പ്രശ്നം? ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെ തനിക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാ പ്രശ്നമുണ്ട്. ഒരു പവന് 1 ഗ്രാം കുറവുണ്ട്. ഇപ്പൊ എന്താണ്ട് വില? 2400 രൂപ. ഇതിനെന്ത് കിട്ടും? അപ്പോ 300 പോയിട്ട് 2000 രൂപ, അത്രേ ഉള്ളൂ. 2000ന്റെ പകുതി 1000 രൂപ ഞാൻ തരാം. ചെയിൻ എനിക്ക് വേണം. അത് വേണ്ട, 1100 രൂപ ഞാൻ തരാം. ചെയിൻ എനിക്ക് വേണം. നിങ്ങൾ തമ്മിൽ വഴക്കും വയ്യാവൊന്നും വേണ്ട. ആ സ്വർണ്ണമാല ഇങ്ങോട്ട് തന്നേക്ക്. ഞാൻ അതിന് 2200 വന്നേക്കാം. ഇത് വലിയ മെനക്കായല്ലോ. തട്ടാർക്ക് ജോലിയുണ്ട്. നിങ്ങൾ ധാരണയിൽ എത്തണം പ്ലീസ്. നിങ്ങൾ പേരെന്താണ്? സുഗുണൻ. മിസ്റ്റർ സുഗുണൻ, 1000 രൂപ ചെയിൻ. അത് വേണ്ട, 1000 രൂപ ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കണം. അങ്ങോട്ട് കൊടുക്കണം. എനിക്ക് എന്തെങ്കിലും തരണേ. അയ്യോ പാവം തട്ടാര്, തൂക്കിയ ആളല്ലേ. ഒരു 20 രൂപ കൊടുക്കണം. കൊടു. ഇയാളും തരാം. നിങ്ങൾ കൊടുക്കണം. പോട്ടെ. ഓക്കെ, കോളടിച്ചില്ലേ? സന്തോഷമായല്ലോ. പോട്ടെ. എനിക്ക് തന്നെ. അലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണ് കിട്ടി. 5 രൂപക്കുള്ള മുക്കുപണ്ടം കൊണ്ട് 1000 പൊൻപണം വീണ് കിട്ടി. നക്കി നക്കി വായ ഇറക്കണം നശിപ്പേ. നമുക്ക് പലിശയ്ക്ക് പണം കൊടുത്തു